ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിക്കി ടിപ്സ് ആൻഡ് ടോക്സ്. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഒരു DIY ഹെയർ ഗ്രോത്ത് ഓയിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ എണ്ണ മുടി വളരാൻ മാത്രമല്ല, പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി കിളിർക്കും, പിന്നെ താരം പോകും, സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാൻ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഓൾ ഇൻ വൺ ഹെയർ ഗ്രോത്ത് ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തുടർന്ന് കാണും. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തുടക്കം മുതൽ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് ഓയിൽ മിക്സ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആ 2 ഓയിലിൻ്റെ കൂടെ കുറച്ചും കൂടിയും അധികം ഓയിൽസും ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ആ പുതുതായി ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ ബെനിഫിറ്റ്സും എനിക്ക് കിട്ടണമെന്ന് തോന്നി. പക്ഷേ ഇത് യൂസ് ചെയ്താലുണ്ടല്ലോ നല്ല അമേസിങ് റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക, എന്തായാലും ഉറപ്പാണ്. പക്ഷേ ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളും പറയുന്നുണ്ട്, അതൊക്കെ ഫോളോ ചെയ്താൽ മാത്രം നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എണ്ണ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണമെന്ന് ഞാൻ പറയാൻ കാരണം ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ അറിയാലോ, ആവണക്കെണ്ണ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക 100% പ്യുവർ ആൻഡ് ഓർഗാനിക് ആണെന്ന് പ്രത്യേകം നോക്കിയിട്ട് വാങ്ങണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എണ്ണ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് 100% പ്യുവർ ആൻഡ് ഓർഗാനിക് ആണ്. ഞാൻ എന്ന് തൊട്ടാണോ ആവണക്കെണ്ണ യൂസ് ചെയ്ത് തുടങ്ങിയത്, അതായത് പുരികം കൊഴിയുന്നതിനും മുടിക്കൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്, അന്ന് തൊട്ട് ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ബ്രാൻഡാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ പ്രൈസും പിന്നെ വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഞാൻ അളന്നെടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ചെറിയൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ഇതിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൽ കൊള്ളുന്നുണ്ട്. ഞാനപ്പോൾ അത് പ്രത്യേകം നോക്കിയപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തത്. ഞാനിപ്പോൾ 2 ബൗൾ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ടേബിൾ സ്പൂണിൻ്റെ കണക്കാണെങ്കിൽ 6 ടേബിൾ സ്പൂണോളം വരും കേട്ടോ. ഞാനിപ്പോൾ കുറച്ചധികം ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും കുറവ് അളവിൽ ഉണ്ടാക്കാം, അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും മാറ്റം വരുത്താം. നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിക്കണം, പ്യുവർ ആൻഡ് ഓർഗാനിക് വാങ്ങിക്കാനായിട്ട് നോക്കാം. പിന്നെ എത്രത്തോളമാണോ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്തത് അതേ അളവിൽ തന്നെ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കാം. 2 ബൗൾ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ടേബിൾ സ്പൂണിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 6 ടേബിൾ സ്പൂൺ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ട വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിലാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇപ്പോൾ എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇത്രയും ഒരു സെറ്റിന്, അതായത് എത്ര എണ്ണം ഉണ്ടത്, ഒരു 10 എണ്ണത്തിന് 22 രൂപ മാത്രമേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ നമ്മളുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഒരുപാട് നല്ലതാണെന്നുള്ളത് അല്ലേ. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഡിഫറെൻറ്റ് യൂസസ് ഞാനൊരു പ്രത്യേകം വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഈ ഓയിൽ ഉണ്ടാക്കാനായിട്ട് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് 6 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. കറക്റ്റായിട്ട് കണക്ക് പറയുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിലിന് 1 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. ഓക്കെ, നമ്മൾ മറ്റുള്ള ഓയിൽ എത്രയാണ് എടുത്തത്, 6 ടേബിൾ സ്പൂൺ അല്ലേ, അപ്പോൾ 6 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് വേണ്ടത്. ഞാനിപ്പോൾ 7 എണ്ണം എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ സെറ്റിൽ ഒരെണ്ണമായിട്ട് ബാക്കി വെക്കേണ്ട, അത് തീർക്കാമെന്ന് വെച്ചിട്ടാണ് 7 എണ്ണം എടുത്തത്. ഇപ്പോൾ 1-2 എണ്ണം കൂടിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ക്യാപ്സ്യൂൾസ് എടുത്തിട്ട് കൈൻ്റെ ഉള്ളിലൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം അതിൻ്റെ ഓയിൽ ഫുൾ ഇജക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഓരോരോ ക്യാപ്സ്യൂൾ എടുത്തിട്ട് സിസർ വെച്ചൊന്ന് പൊട്ടിക്കുക. അതിന് ശേഷം ബോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഓയിലും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, ആംല ഓയിൽ. ഞാൻ എടുത്തിരിക്കുന്നത് പതഞ്ജലിയുടെയാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കാസ്റ്റർ ഓയിലും ഒലിവ് ഓയിലും എത്രത്തോളമാണോ ആഡ് ചെയ്തത് അതേ സെയിം അളവിൽ തന്നെ ആംല ഓയിലും ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. കരിഞ്ജീരകം 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കരിഞ്ജീരകം എല്ലാവർക്കും അറിയാലോ, മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനും കരുത്ത് കൊടുക്കാനൊക്കെ നല്ലതാണെന്ന്. ഇത് ആയുർവേദിക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ചില സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ DIY ഹെയർ ഗ്രോത്ത് ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് 2 ദിവസം പുറത്ത് വെയിലത്ത് വെക്കുക. അപ്പോൾ എല്ലാ ഓയിലും നന്നായിട്ടൊന്ന് ചൂടായി എല്ലാം ഒരേപോലെ മിക്സ് ആവും. ആ കരിഞ്ജീരകത്തിൻ്റെയൊക്കെ സത്ത് നമ്മളുടെ ഓയിലിലേക്ക് നന്നായിട്ട് ഇറങ്ങും. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എത്രത്തോളമാണ് എണ്ണ വേണ്ടത് അത്രത്തോളം ഒരു സ്റ്റീലിൻ്റെ ബൗളിൽ എടുത്തിട്ട് അതൊന്ന് ചൂടാക്കാം. വേറൊരു ബൗളിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ എണ്ണ എടുത്തിരിക്കുന്ന ആ പാത്രമല്ലേ അതിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഒന്ന് ചൂടായി കിട്ടും. അതിനുശേഷം ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമ്മളുടെ വിരലിൻ്റെ അറ്റം ഉപയോഗിച്ചിട്ട് തലയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കുറച്ചെടുത്തിട്ട് മുടിയുമലും അപ്ലൈ ചെയ്യണം, സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരാതിരിക്കാനാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ എണ്ണ തേക്കേണ്ടതെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാണണമെന്നുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ, പിന്നെ നമുക്ക് ഇത് ദിവസവും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ 2-3 ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ തലയിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. അതിനുശേഷം രാവിലെ വാഷ് ചെയ്ത് കളയാം. മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് വേണം വാഷ് ചെയ്യാൻ. ഇനി രാത്രി ഫുള്ള് തലയിൽ വെക്കാൻ താല്പര്യമില്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുളിക്കാൻ പോകുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് തലയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക. അതിനുശേഷം മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ മിക്കവരുടെ ഒരു പ്രശ്നമാണ് മുടി കൊഴിയുക, താരൻ, പോയ സ്ഥലത്ത് പുതിയ മുടി വരാതിരിക്കുക, സ്പ്ലിറ്റൻസ്, മുടി ഡ്രൈ ആവുക, ഡാമേജ് ആവുക. അപ്പോൾ ഇതെല്ലാം മാറ്റുന്ന ഒരു ഓൾ ഇൻ വൺ ഹെയർ ഓയിലായിട്ട് നമുക്കിതിനെ കാണാം. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ നിർത്താതെ മടി കൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്കാൽപ്പിൽ നോക്കിയാൽ കാണാം ചെറിയ മുടികൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹെയർ ഓയിൽ വാങ്ങി പൈസ കളയുന്നതിന് മുന്നേ ഈ ഓയിൽ ഒന്ന് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾ വേറൊരു ഓയിൽ യൂസ് ചെയ്യില്ല. ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒട്ടും മടി വിചാരിക്കേണ്ട, കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ടൈപ്പ് ചെയ്യുക. ഞാൻ എന്തായാലും റിപ്ലൈ തരാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.